ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു സൗജന്യ വെബിനാറിലേക്കാണ് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് മറ്റു മനുഷ്യന്മാരുമായിട്ട് സംവദിക്കാതെ, ഇടപെടാതെ, ഇടപഴകാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവൻ ഒരു സാമൂഹിക ജീവിയാണ്. ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടവനോ ഒറ്റയ്ക്കിരിക്കേണ്ടവനോ അല്ല. പലപ്പോഴും അങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയും ഒറ്റപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സന്താപവും സംഘർഷവും അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച പ്രയാസങ്ങളും രൂപപ്പെടുന്നത്. ഒരു മനുഷ്യന് മറ്റ് സഹജീവികളുമായിട്ട് എത്രത്തോളം മനോഹരമായിട്ട് ഇടപഴകാനുള്ള ഒരു കഴിവ് അവന് നേടിയെടുക്കാൻ സാധിക്കുന്നുവോ, ആ കഴിവ് എത്രത്തോളം നേടിയെടുക്കുന്നുവോ അതിനനുസരിച്ച് അവന്റെ ലൈഫ് ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എത്രത്തോളം കഴിവുകൾ, നൈപുണികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സ്വയം ഒരു ആത്മവിചിന്തനം നടത്തുക. നമ്മൾ കുറെ കൂടി വലുതായ സമയത്ത് എനിക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവ് എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും ആളുകളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എൻ്റെ കരിയറിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. കുറച്ചുകൂടി എനിക്കൊരു ആത്മവിശ്വാസത്തിന്റെ ഒരു കുറവുണ്ട്. അതല്ലെങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനോ അതല്ലെങ്കിൽ ചലഞ്ചുകൾ ഏറ്റെടുക്കാനുള്ള ഒരു കഴിവ് എനിക്ക് കുറവുണ്ട് എന്ന് പലപ്പോഴും നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ആത്മവിചിന്തനവും ആത്മവിമർശനവും ഒക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇന്ന് ചാറ്റ് ജിപിടിയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. കാരണം ഡാറ്റ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്നത്തെ ഒരു സ്കൂൾ സംവിധാനത്തിന്റെ ഏറ്റവും ഒരു അപര്യാപ്തത എന്ന് പറയുന്നത് ഡാറ്റകൾ വെച്ചിട്ടാണ് എക്സാമിനേഷൻ, അല്ലെ? നമ്മൾ എന്ത് പഠിച്ചു, പലപ്പോഴും നമ്മൾ എങ്ങനെയാണ്, നമ്മളെ നമ്മൾക്ക് എത്രത്തോളം മെമ്മറി ഉണ്ട് എന്നതായിരിക്കും ഇവിടെ എക്സാമിനേഷൻ നടത്തുന്നത്. നമ്മൾ കുറേ പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നു, കാണാപ്പാഠം പഠിക്കുന്നു. ആ കാണാപ്പാഠം ആർക്കാണ് കൂടുതൽ പറ്റുന്നത്, അല്ലെ? ബൈ ഹാർട്ട് സത്യം. ചെയ്യാൻ ആർക്കാണ് കൂടുതൽ പറ്റുന്നത്, അതിനനുസരിച്ചിട്ട് മാർക്ക് കിട്ടും. അവൻ എത്രത്തോളം ഇന്റലിജൻസ് ഉണ്ട് എന്നോ അതല്ലെങ്കിൽ അവനക്ക് എത്രത്തോളം ഇമോഷണൽ കപ്പാസിറ്റി ഉണ്ട് എന്നോ, അവൻ എത്രത്തോളം ലീഡർഷിപ്പ് ഉണ്ട് എന്നോ, അവൻ എത്രത്തോളം റെസിലിയൻസ് പവർ ഉണ്ടോന്നോ, ഇതൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. മെമ്മറി പവർ എത്ര ഉണ്ടോ അവൻ ഫുൾ എ പ്ലസ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ഫുൾ എ പ്ലസ് ഉള്ള ആളുകൾ കംപ്ലീറ്റ്ലി ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഫുൾ എ പ്ലസ് കിട്ടി എന്നത് ജീവിതത്തിന്റെ എല്ലാ സക്സസുമാണ് എന്ന് പലരും പറയുന്നതും ആ ഒരു യാഥാർത്ഥ്യവും അത് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം പഠിച്ചു എന്നത് ഇനിയുള്ള കാലത്ത്, എത്രത്തോളം മെമ്മറി ഉണ്ട് എന്നത് ഇനിയുള്ള കാലത്ത് ഒരു വലിയൊരു സംഭവമല്ല. കാരണം നമ്മുടെ കയ്യിൽ എല്ലാ ഡാറ്റകളുണ്ട്. ചാറ്റ് ജിപിടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും നമുക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയി കഴിഞ്ഞാലും ഡാറ്റകൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒക്കെ ഞൊടിയിടയിൽ നമുക്ക് ചാറ്റ് ജിപിടി അറിയുമെങ്കിൽ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി മനുഷ്യന്മാരുടെ കഴിവുകൾ, അവന്റെ ക്രിയേറ്റീവ് തിങ്കിങ് ആയി കഴിഞ്ഞാലും അവന്റെ ഒരു മാനേജറിയൽ കഴിവായി കഴിഞ്ഞാലും, അല്ലെ, നമ്മളൊരു കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരാൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ അവന് ഒരു അഡാപ്റ്റബിലിറ്റി ഇല്ല, ഒരു ടീമിന്റെ ഒപ്പം നിൽക്കാനുള്ള ഒരു കഴിവില്ല. പക്ഷെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, എല്ലാത്തിലും ഒന്നാമനാണ്, പക്ഷെ ഒരു ടീമിന്റെ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു അഡാപ്റ്റബിലിറ്റി ഇല്ല, ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. കാരണം ഒരു സൂപ്പർവൈസർ അതല്ലെങ്കിൽ ഒരു മാനേജർ എന്ന് പറയുന്നത്, മാനേജർ എന്ന പദത്തിൽ തന്നെയുണ്ട് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളത്. അവിടെയുള്ള തൻ്റെ കീഴിൽ വരുന്ന 10-20 വരുന്ന എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവൻ മാനേജർ ആയിത്തീരുന്നത്. അവന് നല്ല ക്വാളിഫിക്കേഷൻ മാത്രം ഉണ്ടായാൽ പോരാ, ഒരു മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി ഉണ്ടാകണം.
അപ്പോ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടാവണം, ക്രിയേറ്റീവ് തിങ്കിങ് കപ്പാസിറ്റികൾ ഉണ്ടാകണം, അതേപോലെ തന്നെ ചാലഞ്ച് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റികൾ ഉണ്ടാകണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാകണം, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ടാകണം. ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടാകേണ്ട, ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകേണ്ട ഒത്തിരി സ്കിൽസുകൾ ഉണ്ട്. ഈ സ്കിൽസുകൾ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സാഹചര്യത്തിലും നമുക്ക് സ്റ്റക്ക് ആവില്ല. നമുക്ക് തന്നെ നമ്മളെ നയിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് നമ്മളെയും ഒപ്പം തന്നെ ഇനി വരുന്ന തലമുറയെയും, നമ്മുടെ മക്കൾ, ആ മക്കളെയും നമുക്ക് മനോഹരമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പലപ്പോഴും നമുക്കില്ലാത്ത പലതും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇല്ലാതിരുന്ന പലതും അവർക്ക് കിട്ടിയിട്ടുമുണ്ട്, അല്ലെ? നമുക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ നമുക്കുണ്ടായിരുന്ന ആ ഒരു സോഷ്യൽ സ്കിൽസ്, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള, അതല്ലെങ്കിൽ നമ്മളുടെ പിന്നെ അയൽപക്കവുമായിട്ടോ കൂട്ടുകാരുമായിട്ടോ അതല്ലെങ്കിൽ എൻവയൺമെന്റുമായിട്ടോ ഒക്കെ നമ്മൾ കുറെ കൂടി പൊരുത്തപ്പെട്ട് ആയിരുന്നു നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. അന്ന് നമ്മൾ പലരുമായിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്, പലരുമായിട്ടും സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പല കുട്ടികളും സംസാരിക്കാൻ കഴിയാതെ വരുന്നത്. സംസാരം ഇന്ന് വളരെ കുറവാണ്, സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ 2 വയസ്സിലോ 3 വയസ്സിലോ ഒക്കെ നന്നായിട്ട് സംസാരിച്ചു തുടങ്ങേണ്ട കുട്ടികൾ പോലും 4ഉം 5ഉം 6ഉം വയസ്സായിട്ടും പലപ്പോഴും സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ട സമയത്ത് അവൻ പറഞ്ഞത് 2 വർഷമായിട്ട് അവന്റെ കുട്ടിയെ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരുന്നു. വീട്ടിലായി കഴിഞ്ഞു കഴിഞ്ഞാലും, സ്കൂളിലേക്ക് പോകുന്ന വഴികളിലായി കഴിഞ്ഞാലും, സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലായി കഴിഞ്ഞാലും, തിരിച്ചു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലായി കഴിഞ്ഞാലും ഒക്കെ സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരുന്നു. അവർക്ക് ഒരു ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നു. വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും കഴിയാതെ, എന്താണ്, ആരോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഫേസ് ചെയ്യാൻ പോലും കഴിയാതെ അവർ പോവുകയാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് അവരെ ഉയർത്തി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതേപോലെ തന്നെ ടെക്നോളജി എങ്ങനെ അവരെ യൂസ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുക. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു കുട്ടിയെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു നമ്മളുടെ അക്കാദമിക് ഫോക്കസിനോടൊപ്പം, അതല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ലൈഫ് സ്കിൽസിലേക്കും സോഫ്റ്റ് സ്കിൽസിലേക്കും അവരെ കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് അവർക്ക് നാളെകളെ അവർക്ക് നേരിടാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇതിനെല്ലാം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അവരെ നമ്മൾ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ അവരെയും കൂടെ കൊണ്ടുപോവുകയും അവരെ സംസാരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും അവരെ കളിക്കാനുള്ള എൻവയൺമെന്റുകൾ നമ്മൾ രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളും ഇത്തരത്തിലുള്ള നൈപുണികൾ, ഇത്തരത്തിലുള്ള സ്കിൽസുകൾ അവർക്ക് നേടിയെടുക്കാൻ പറ്റുകയും അവരുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമായി നോക്കിക്കാണാനും ജീവിതത്തിൽ വരുന്ന ഏതൊരു സാഹചര്യത്തെയും അവർക്ക് നേരിടാനും ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പോ ബേസിക്കലി ഉണ്ടായിരിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് തുടങ്ങിയിട്ടുള്ള സ്കിൽസുകളെങ്കിലും അവരിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. എൻ്റെ മോന് ആരോട് സംസാരിക്കാറില്ല എന്ന് അഭിമാനത്തോടെ പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവൻ നന്നായിട്ട് സംസാരിക്കും, ആരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അവരെ ഡീൽ ചെയ്യാൻ പറ്റും എന്ന ഒരു വിധത്തിലേക്ക് അവരെ എത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് ലൈഫ് കോച്ചിങ് ഫോർ സ്റ്റുഡൻസ് എന്നുള്ള ഒരു 2 മന്ത് കോഴ്സ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ ഞാനിവിടെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്,
ഡിജിറ്റൽ ലിറ്ററസി, സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിക്ക് അവന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവൻ നേരിടേണ്ട അല്ലെങ്കിൽ അവൻ അക്വയർ ചെയ്യേണ്ട സ്കിൽസുകളെ പ്രാക്ടിക്കലി അവനിലേക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്ത് രക്ഷിതാക്കളായിട്ടുള്ള നമ്മളെല്ലാവരും സ്റ്റുഡൻസിനെ അവരെ അല്ലെങ്കിൽ നമ്മളുടെ മക്കളെ ഇത്തരത്തിലുള്ള ലൈഫ് സ്കിൽസുകൾ നേടിയെടുക്കാൻ വേണ്ടി അവരെ പ്രാപ്തമാക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെഷൻ കേൾക്കാൻ വേണ്ടിയിട്ട്, ശ്രവിക്കാൻ വേണ്ടിയിട്ട്, അത് പഠിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെ സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് ജാസ്മിൻ മാം ആണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. വിബിൾ അക്കാദമിയിൽ കമ്മ്യൂണിക്കേഷൻ കോച്ചായിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ലൈഫ് കോച്ചിങ് ഫോർ സ്റ്റുഡൻസ് എന്നുള്ള ഒരു ക്യാമ്പിന്റെ കോർഡിനേറ്റർ കൂടിയാണ് മാം. ഇന്നത്തെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ജാസ്മിൻ മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ജാസ്മിൻ മാം, പ്ലീസ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഒരു വെക്കേഷന്റെ ആ ഒരു സുഖാസ്വാദനത്തിലൊക്കെ ആയിരിക്കൂലേ? അത്ര ആസ്വാദനമൊന്നും ആയിരിക്കില്ല എന്നായിരിക്കും ചിന്തിക്കുന്നത്. കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോയിൽ വന്നാൽ നമുക്ക് ഈ ഒരു സെഷൻ ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാം. ഓക്കെ. ഇപ്പൊ ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്നതിനെ കുറിച്ചൊക്കെ സാർ ഇവിടെ കുറച്ചൊക്കെ സംസാരിച്ചിരുന്നു. മാം ക്ലാസ് ഉണ്ട്, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ ഓക്കെ. കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോയിൽ വന്നോളി. ഇപ്പൊ വെക്കേഷൻ അല്ല എന്നാണ് പറയുന്നല്ലേ? ഓക്കെ. ആർക്കും കഴിയില്ല, നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ വീഡിയോയിൽ വന്നാൽ സന്തോഷം. ഇപ്പൊ നമ്മൾ ഒരുപാട് വെബിനാറുകളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ എന്തിനാണ് കുട്ടികളുടെ ഈ ഒരു നെറ്റ് ഇഷ്യൂസ്, എനിക്കാണോ അവിടെയാണോ? ഓഡിബിൾ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ. നെറ്റ് ഇഷ്യൂസ് എന്ന് അങ്ങനെ ടൈപ്പ് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു എനിക്കായിരിക്കും. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിരുന്നാലും സന്തോഷം, അത്രേ ഉള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ചൊക്കെ ഇപ്പോ സാറ് ഇങ്ങനെ പറഞ്ഞല്ലോ, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്? എന്തിനാണ് നമ്മൾ ഈ ലൈഫ് കോച്ചിങ്ങിലേക്ക് വരേണ്ടത്? നിങ്ങൾ ഈ ലൈഫ് കോച്ചിങ് കൊണ്ട് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒരു ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വീഡിയോ ഓൺ ചെയ്താലും കുഴപ്പമില്ല, ഒന്ന് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. എന്താണ് ലൈഫ് കോച്ചിങ്? ഓക്കെ, പറയാമോ? ആർക്കെങ്കിലും പറയാമോ? നിങ്ങളുടേതായ ഐഡിയയിൽ പറഞ്ഞാൽ മതി. ആരും വേണ്ടുന്നില്ല. ഓക്കെ. അറിയാത്തത് കൊണ്ടാണോ അതോ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളും ബോയ്സും ഒക്കെ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, അതുകൊണ്ടാണ്. എന്താണ് മാം? വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം ഉണ്ട്. ബഹളം ഉണ്ടാക്കുന്നതാണോ? അത് പ്രശ്നമില്ല, നമ്മുടെ മക്കളെ ബഹളം അല്ലേ, അവര് ബഹളം കാണിച്ചോട്ടെ. അപ്പൊ എന്താണ് ലൈഫ് കോച്ചിങ് എന്നുള്ളതിന് നമുക്ക് വ്യക്തമായിട്ടൊരു ആൻസർ പറയാനില്ല എന്നാണോ? സ്കിൽ ഡെവലപ്മെന്റും സ്കിൽ ഫോർമേഷനും ഒക്കെ ജീവിതത്തിൽ വരുത്തുക. ഓക്കെ. സ്കിൽ ഡെവലപ്മെന്റ്, സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണോ? അങ്ങനെയാണോ പറഞ്ഞേ? ഗസ്റ്റ് ഉണ്ട്. ഓക്കെ. ഫോർമേഷൻ എന്താണ് മാം? എനിക്ക് വ്യക്തമായില്ല. ലൈഫിൽ കൊണ്ടുവരേണ്ട ചേഞ്ചസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് സ്കിൽസ്. ഓക്കെ. ലൈഫിൽ കൊണ്ടുവരേണ്ട ചേഞ്ചസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് സ്കിൽസ്. ആ കൊണ്ടുവരേണ്ടുന്ന ചേഞ്ചസ് എന്താണ് എന്നൊന്നും പറയാമോ ആർക്കെങ്കിലും? എല്ലാം ഒരു റൂട്ടീൻ ഉണ്ടാവണം.
ലൈഫിൽ ഒരു അടുക്കും ചിട്ട ഉണ്ടാവുക എന്നുള്ളത്. അടുക്കും ചിട്ട ഉണ്ടാവുക, ഒരു റൊട്ടീൻ ഉണ്ടാവുക, ലൈഫ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ഓരോ പാർട്ടിസിപ്പൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അവരുടെ പേഴ്സണൽ ലൈഫിലായാലും അതുപോലെ അവരുടെ പ്രൊഫഷണൽ ലൈഫിലും അവരുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് എല്ലാ നിലയിലും ഒരു വ്യക്തി സാമൂഹികമായും സാമ്പത്തികമായും എല്ലാ രീതിയിലും, മാനസികമായും ശാരീരികമായും എല്ലാ രീതിയിലും അവര് എന്താവണം, ഫിറ്റ് ആയിരിക്കണം. ഒരു സോഷ്യലി ഇപ്പൊ സംസാരിക്കാനായാലും എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായാലും നന്നായി സംസാരിക്കാൻ കഴിയണം. പിന്നെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരുടെ വ്യക്തിപരമായിട്ടുള്ള സെൽഫ് അവയർനെസ് വേണം. അതും ഇതിൽ കൂടെ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ ഓരോ ആൻസേഴ്സും ശരിയാണ്. പക്ഷെ അതൊരു പൂർണ്ണമായ രീതിയിൽ കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് നമ്മള് ആ ഒരു ലൈഫ് കോച്ചിങ് കൊണ്ട് നമ്മൾ നേടിയെടുത്തു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ലൈഫ് കോച്ചിങ് റെക്കോർഡിംഗ് ഗ്രൂപ്പിൽ ഇടാൻ, ഓക്കെ, ഇടാം. അപ്പൊ എല്ലാ അർത്ഥത്തിലും നമുക്ക് ഈ ഒരു ലൈഫ് കോച്ചിങ് നമുക്ക് എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്, പിന്നെ നമ്മുടെ സോഷ്യൽ സ്കിൽസ്, പിന്നെ എല്ലാ രീതിയിലും പേഴ്സണൽ ലൈഫില് ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനെയാണ് നമുക്ക് ആ ഒരു ലൈഫ് കോച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഒരു കമ്മ്യൂണിക്കേഷൻ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ മാത്രമാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് വരുമ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിൽ മാത്രമാണ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. അതേസമയം ലൈഫ് കോച്ചിങ് എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും നമ്മൾ എന്ത് ചെയ്യും, കൈവെക്കും. ഓക്കെ, ആ കുട്ടിയുടെ A to Z വരെയുള്ള അവന്റെ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് കൈ കടത്തേണ്ടിയിരിക്കുന്നു. സോഷ്യൽ ആയിട്ടുള്ളത്, സോഷ്യൽ ആയിട്ടുള്ളതും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ പറഞ്ഞ ഓരോന്നും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് മൊത്തത്തില്. ഇപ്പൊ ഹൈജീൻ ആയാലും അതുപോലെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, സാർ ഇപ്പൊ ഇവിടെ കുറെ സംഭവങ്ങൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, അതുപോലെ സെൽഫ് മോട്ടിവേഷൻ, അതുപോലെ മൈൻഡ് എനർജി, മെന്റൽ സ്ട്രെങ്ത്, പേഴ്സണൽ സ്ട്രെങ്ത്, അങ്ങനെ തുടങ്ങി കുറെ സംഭവങ്ങൾ, കുറെ പോയിന്റ്സ് സാറ് പറഞ്ഞു. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു കുട്ടിക്ക് മുതിർന്നവർക്കൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോ നമ്മൾ തന്നെ ഇപ്പൊ ഇതിലേക്ക് സൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതില്ലെങ്കിൽ അതറിയില്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണം, വീഡിയോ ഓപ്പറേറ്റ് ചെയ്യാൻ, അത് ഓപ്പൺ ചെയ്യാൻ അറിയണം അല്ലെ. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏതെങ്കിലും സ്കൂളുകളിൽ പോയി എടുത്താൽ അത് കിട്ടുന്ന നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ആയിരിക്കും പോകുന്നത്. നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ കുറഞ്ഞ ആൾക്കാരുമായിട്ടായിരിക്കും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ആൾക്കാരെടുത്ത് സംസാരിക്കാൻ പറ്റും. അപ്പൊ ആ സ്കില്ലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഈ കഴിവുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് എടുക്കണം. അത് നമുക്ക് മുതിർന്നവർക്ക് ഓക്കെയാണ്, വേണം, നിർബന്ധമാണ്. പക്ഷെ ഇത് കുട്ടികൾക്ക് ഈ ഒരു ലൈഫ് കോച്ചിങ് വേണമോ വേണ്ടയോ എന്നുള്ളതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വേണം. മാം ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞപ്പോ മാം ഇപ്പോഴത്തെ പറഞ്ഞ കാലഘട്ടത്തിൽ സോഷ്യൽ എന്തായാലും വേണം. മീഡിയയിലുള്ള കഴിവുകൾ, ഒരാൾ പറയും. ഇപ്പം ലൈഫ് കോച്ചിങ് സോഷ്യൽ മീഡിയയിലുള്ള കഴിവുകൾ, ഇപ്പൊ മാം പറഞ്ഞല്ലോ സൂം പ്ലാറ്റ്ഫോം എങ്ങനെ ഓപ്പൺ ചെയ്യും, അത് എനിക്ക് തോന്നുന്നത് നമ്മളെക്കാളും നന്നായിട്ട് അറിയുന്നത് കുട്ടികൾക്കാണ്. എസ്പെഷ്യലി ന്യൂ ജനറേഷൻ. അതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് വേണ്ടത് മറ്റുള്ള ആളുകളോട് എങ്ങനെ സംസാരിക്കണം, ബിഹേവിയർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ജനറേഷനിലെ കുട്ടികൾക്ക് കൂടുതൽ കിട്ടേണ്ടത് എന്നുള്ളതാണ് ദാൻ സോഷ്യൽ മീഡിയ, എന്റെ ഒരു അഭിപ്രായം. അപ്പൊ അതാണ് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് സോഷ്യൽ മീഡിയ അബ്യൂസിലൊക്കെ നമ്മൾ പെട്ടുപോകാറുണ്ട്. അപ്പൊ മുതിർന്നവർക്ക് അതറിയാം. പക്ഷെ കുട്ടികൾക്ക് ശരിയും തെറ്റും, കുട്ടികൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട്
കിട്ടുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഈ ഇത് ഈ പറയുന്ന ഉപകരണം ഉപയോഗിക്കാൻ കൂടി അവര് പഠിക്കണം. അവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, അവർക്ക് ഉപയോഗിക്കാൻ അറിയാം. നമ്മളെക്കാളും ആപ്ലിക്കേഷൻസ് ഇതൊക്കെ ആക്കാൻ ഇപ്പൊ തന്നെ ഒരു കൊച്ചുകുട്ടിയാണ് AI പഠിപ്പിക്കുന്നത്. പക്ഷേ ശരി തെറ്റുകൾ കുട്ടികൾക്ക് അറിയാൻ അറിവ് അവർക്ക് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലിറ്ററസി ഈ ടെക്നോളജിയെ കുറിച്ചുള്ള ആ ഒരു ലിറ്ററസി എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വരുന്നത്. ഇത് എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് പഠിപ്പിക്കാനാണ്. പക്ഷെ മുതിർന്നവർക്ക് അതറിയാം. ഇപ്പൊ തന്നെ ഹണി ട്രാപ്പ് പ്രശ്നങ്ങളൊക്കെ ഇതിലൂടെ വരുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മള് ബാങ്ക് വിളിക്കുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. എന്നെ ഇത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നതിൽ താങ്ക് യു വെരി മച്ച്. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അപ്പോ കുറച്ചുപേര് പുതുതായിട്ട് ഇപ്പൊ ജോയിൻ ആയിട്ടുണ്ട്, കുറച്ചുപേര് ലെഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ജോയിൻ ആയവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം. നമ്മുടെ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തികൾക്ക് അവരുടെ പ്രൊഫഷണൽ ആയാലും അവരുടെ പേഴ്സണൽ ലൈഫിലൊക്കെ അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് പ്രായോഗികമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിൽ നിന്നും വിപരീതമായിട്ട് നമ്മുടെ എല്ലാ രീതിയിലും നമ്മുടെ ഒരു ലക്ഷ്യം നിർവചിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ നമുക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഇൻസ്പിറേഷൻ ഉള്ളിൽ നിന്ന് വന്നിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതും ഒക്കെ ഈ ഒരു ലൈഫ് കോച്ചിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പോകുന്ന ഒരു സെഷനാണ് എന്തെന്ന് പറയുന്നത് ഈ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ തടസ്സങ്ങളെ മറികടക്കാൻ, അതായത് ചലഞ്ചസ് വന്നാൽ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് വേണം.
ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോച്ചിങ് ആണ് എന്തെന്ന് പറയുന്നത്, ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. ലൈഫ് കോച്ചിങ്ങിൽ എല്ലാം ഉൾപ്പെടും. ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ ലിറ്ററസി എല്ലാം ഉൾപ്പെടും. ഇപ്പൊ നമുക്ക് ഡിജിറ്റലി ഈ സംഭവം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ അതിനെ മിസ്യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പം കൊണ്ടാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ പലരും പറഞ്ഞു കുട്ടികൾക്ക് വേണം എന്നാണ് പറയുന്നത്. ഇപ്പോ കുട്ടികൾ ഇത് നന്നായിട്ട് യൂസ് ചെയ്യും. ഇവിടെ മഴയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നെറ്റ്വർക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഓഡിബിൾ ആണല്ലോ അല്ലെ? അപ്പോ ഈ പറയുന്ന പോലെ നമ്മുടെ കുട്ടികൾക്ക് വേണം. അപ്പൊ അവർക്ക് എങ്ങനെ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് അവർക്ക് അറിയാം. പക്ഷെ എങ്ങനെ ഒരാളോട് സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊന്നും അവർക്ക് അറിയില്ല എന്നുള്ളതാണ് ഇവിടെ പലരും പങ്കുവെച്ച ആശങ്ക, അല്ലെ? അപ്പൊ ഈ കുട്ടികൾക്ക് നമുക്ക് വേണം, അതായത് ഏത് തരത്തിലൊക്കെ അവർക്ക് ഇത് കൊടുക്കാം എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, വീട്ടമ്മമാരായിരിക്കാം. എന്തായാലും നമുക്ക് മക്കളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്ക് കൊച്ചുകുട്ടികൾ ഉണ്ടാവാം. നമ്മുടെ കുട്ടികളൊക്കെ വലുതായെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഒരു ഗ്രാൻഡ് പാരന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കാം. എന്തായാലും നമ്മൾ കുട്ടികളുമായിട്ട് അടുത്തിടപഴകുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇത് വേണം എന്നാണ് പലരും പറഞ്ഞത്. ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഈ കുട്ടികളിൽ അപ്ലൈ ചെയ്യാമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? എന്ത് വേണമെന്ന് അവർക്ക് ആ തിരിച്ചറിവാണ് വേണ്ടത്. എങ്ങനെ ഉപയോഗിക്കണമെന്ന് കുട്ടികൾക്ക് അറിയാം, പക്ഷെ എന്ത് വേണം, എന്താണ് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് ആ വകതിരിവാണ് വേണ്ടത്. കറക്റ്റ് ആണ്. ആ പറഞ്ഞത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഇതിനോട് യോജിക്കുന്നെങ്കിൽ യോജിക്കാം, അതല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളാണ് പറയാനുള്ളതെങ്കിൽ അടുത്ത് അത് പറയൂ. അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ ഗുഡ് ഹാബിറ്റ്സ്, നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. പിന്നെ എന്തൊക്കെ ചെയ്യാം? പിന്നെ എങ്ങനെയൊക്കെ ഒരു ലൈഫ് സ്കില്ല് കുട്ടികളിൽ അപ്ലൈ ചെയ്യാം? ഈ സ്ട്രെസ് ഒക്കെ ഓവർകം ചെയ്യാൻ, അതുപോലെ ഫിയർ, അതൊക്കെ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. എക്സാം വരുമ്പോഴേക്കും ഭയങ്കര സ്ട്രെസ്. അപ്പൊ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് കൊടുക്കാം. അതാണ് പറഞ്ഞത്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ഈ പരീക്ഷയല്ല എന്റെ ജീവിതം നിർണ്ണയിക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ഇല്ലേ? അതാണ് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കേണ്ടത്. അപ്പൊ എനിക്ക് A+ വേണം, എനിക്ക് ഫുൾ A+ വേണം, എനിക്ക് മാർക്ക് കുറഞ്ഞ വീട്ടിൽ നിന്ന് അടി കിട്ടും. പക്ഷെ അപ്പോഴും എന്തിന് ഞാൻ A+ വാങ്ങണം എന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ല. വീട്ടുകാരുടെയും ടീച്ചേഴ്സിന്റെയും നിർബന്ധ പ്രകാരമായിരിക്കും അവൻ A+ വാങ്ങുന്നത്. കുറച്ച് 10ാം ക്ലാസ് ഒക്കെ ആയി കഴിയുമ്പോൾ കുട്ടികൾക്ക് കുറച്ചൊരു ബോധമൊക്കെ, എനിക്ക് A+ ഉണ്ടെങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ, എനിക്ക് ഇപ്പൊ MBBS എടുക്കണമെങ്കിൽ എനിക്ക് നല്ല മാർക്ക് വേണം, സയൻസ് എടുക്കണം, അല്ലെ? അങ്ങനെയൊക്കെ കുറെ ബോധം ഒരു 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, 10ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന പല കുട്ടികൾക്കും ഇത്തരത്തിൽ ഒരു ഇതില്ല. എന്തിന് ഞാൻ പഠിക്കണം എന്നുള്ള തോന്നലാണ് പല കുട്ടികൾക്കും. നിർബന്ധിച്ച് നമ്മൾ പഠിപ്പിച്ച പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവരെ തെറാപ്പികളൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കുന്ന പല കേസുകളും, ഒരുപാട് കേസുകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് അറിയില്ല അവരെന്തിനാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ആ തിരിച്ചറിവ്, ഇവിടെ ആരോ പറഞ്ഞിട്ടുണ്ട്, ആ തിരിച്ചറിവ്, വകതിരിവ്, അല്ലെ? അതാണ് നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞ കുട്ടികളെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അതുപോലെ കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ. ഈ കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ കടം കയറിയിട്ട് മുടിഞ്ഞു അങ്ങറ്റം പറ്റി നിൽക്കുകയാണ്, ഇനി രക്ഷയില്ല. ഈ ഒരു അവസരത്തിൽ ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും അങ്ങനെ അല്ല ചിന്തിക്കുന്നത്. അവര് കുറച്ച് മാന്യമായി അവര് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പ്രശ്നം, ഈ ഒരു കേസ്, ഒരു കൊലപാതക കേസൊക്കെ വന്ന സമയത്ത് കുറെ കുട്ടികളായിട്ട് ചർച്ച ചെയ്ത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു പ്രശ്നം ചലഞ്ച് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ അതിൽ പല കുട്ടികളും പല ഇതാണ് പറഞ്ഞത്. അവര് പറഞ്ഞെന്ന് വെച്ചാല്, ഒരാള് പറഞ്ഞത് ഇനി നമുക്കൊന്നും നോക്കാനില്ല, ഏതെങ്കിലും കിണറ്റിൽ എടുത്തങ്ങ് ചാടും, അല്ലെങ്കിൽ ഇപ്പൊ കടലിൽ ചാടും എന്നാണ് അവൻ പറഞ്ഞത്. ഒരുത്തന് ആലോചിക്കുകയാണ്, അവന് ഒരു ഇതും കിട്ടുന്നില്ല. അവൻ ഇങ്ങനെ എന്ത് ചെയ്യും? അവന് അവിടെ ഒരു ആൻസർ അവന് കിട്ടുന്നില്ല. ഒരു കുട്ടി പറഞ്ഞത് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞ ഒരു ആൻസർ എന്താണെന്ന് വെച്ചാല്,
അത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാല് ഞാൻ ചെറുപ്പമല്ലേ, എനിക്ക് ഒന്നുകിൽ പഠിച്ച് ജോലി വാങ്ങിക്കും, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യും. ചെറുതായിട്ട് ഞാൻ കടങ്ങൾ വീട്ടും. കടങ്ങൾ വീട്ടിയതിന് ശേഷം ഞാൻ എന്തെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ കുറച്ച് ക്യാഷ് ഒക്കെ ഏൺ ചെയ്യും. ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എനിക്ക് ഒരുപാട് ക്യാഷ് കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ്, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്താൽ, അല്ലെങ്കിൽ വഴിയോര കച്ചവടം നടത്തിയാൽ, എനിക്ക് ഏത് രീതിയിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം, നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാം. അങ്ങനെ ക്യാഷ് ഉണ്ടാക്കിയിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരെ ഞാൻ സഹായിക്കും. കടം കയറിയിട്ട് വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കും. അതല്ല എങ്കിൽ ഞാൻ ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കും. അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ അവൻ റോൾ മോഡൽ ആക്കിയ 2-3 ആൾക്കാരുടെ പേര് പറഞ്ഞതിൽ ഒരാളുടെ പേര് പറഞ്ഞത് യൂസുഫ് അലി സാറിന്റെ പേരാണ്. ഞാൻ ചോദിച്ചു അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്, ഒരുപാട് പേർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരാളുടെ പേര് പറഞ്ഞു, അതെനിക്ക് ഓർമ്മ വരുന്നില്ല, അത്ര പോപ്പുലർ അല്ല. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ഒരുപാട് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകാൻ വേണ്ടിയിട്ട് സന്നദ്ധ പ്രവർത്തകൻ ആയിട്ട് നടക്കുകയാണ്. അങ്ങനെയുള്ള ആളിനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ 2 കാറ്റഗറിയിലുള്ള കുട്ടികളും ഉണ്ട്. അപ്പൊ നമ്മുടെ മക്കൾ ഇത്തരത്തിൽ ചിന്തിക്കാനും ചോദിച്ചോട്ടെ, ഉം ഒരു നല്ല പാരന്റിങ് കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഇതുപോലെ ഇപ്പൊ മാം സെക്കൻഡ് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞ കുട്ടിയാണെങ്കിൽ അതുപോലെ ഒരു പറയണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല പാരന്റിങ് കിട്ടിയ കുട്ടിയാണെങ്കിൽ അങ്ങനെ അവന് തിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാത്തിനും ഇതിന്റെ മെയിൻ ഇത് കിടക്കുന്നത് പാരന്റിങ്ങിലല്ലേ? യെസ്, പാരന്റിങ്ങിലാണ്. ഗുഡ് പാരന്റിങ് ആണെങ്കിൽ നമുക്കിത് മറിച്ച് ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഈ ഒരു ചലഞ്ചസ് വരുമ്പോൾ മറിച്ച് ചിന്തിക്കാനായിട്ട് അവന് സാധിക്കും. ഇപ്പൊ ഈ ഒരുപാട് കേസസ് എടുത്തതിലും ഈ പ്രശ്നം ഈ പ്രോബ്ലം ആയിട്ട് നടക്കുന്ന കുട്ടികളുടെ പാരന്റിനാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ ഒരു പയ്യനെ പോലീസ് മുടി മുറിച്ചെന്ന് പറഞ്ഞതിന്റെ പേരില് പോലീസിനെതിരെ കേസ് കൊടുത്തു. ആ ഒരു ബ്രിഡ്ജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റൂ. ഇനി നമുക്ക് ടീച്ചേഴ്സ് നമ്മളായിട്ട് സഹകരിക്കുന്നില്ല, ഇനി നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ നമുക്ക് ലൈഫ് കോച്ചിങ് കൊടുക്കാൻ പറ്റും, നമ്മുടെ പാരന്റിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു സ്റ്റെപ്പാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കാം എന്നുള്ള ക്ലാസ് ആണ് നമുക്ക് വീട്ടിൽ എങ്ങനെ കൊടുക്കാന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ലൈഫ് കോച്ചിങ് നമുക്ക് വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റും. ഇപ്പോ നമ്മുടെ ഈ സാറ് പറഞ്ഞല്ലോ, ഈ ഇത്തരം കോഴ്സുകൾ ഒരു ഡിജിറ്റൽ ലിറ്ററസി, അതുപോലെ സെക്ഷൽ എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സോഷ്യൽ സ്കിൽസ്, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന കോഴ്സിനെ പറ്റി സാർ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്, നമ്മുടെ കോഴ്സിൽ തന്നെ അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം, നമുക്കൊരു ഹോം ലൈബ്രറി, അത് നമുക്ക് വരുന്നുണ്ട്, ഈ കോഴ്സിൽ നമുക്ക് വരുന്നുണ്ട്, ഹോം ലൈബ്രറി ക്യാമ്പയിൻ വരുന്നുണ്ട്. അപ്പൊ ഈ ഹോം ലൈബ്രറി എന്ന് പറയുന്ന ഒരു സംഭവം, നമുക്ക് ഒരു റൂം, ഇപ്പൊ പല ആൾക്കാരുടെ വീട്ടിലും, ഇപ്പം മുസ്ലിം ആയിട്ടുള്ള സഹോദരങ്ങളുടെ വീട്ടിൽ ഒരു റൂം പൂജാമുറി ആയിരിക്കും അല്ലെ, അവിടെ വൃത്തി ഉണ്ടെങ്കിലേ കയറാവൂ, കുളിച്ചാലേ കയറാവൂ, അങ്ങനെ കുറെ നിബന്ധനകളൊക്കെ നമുക്കുണ്ട്. അതേപോലെ മുസ്ലിംസിന്റെ വീട്ടിലുണ്ട് ഒരു നമസ്കാര മുറി, അവിടെയും കൈകാല് കഴുകി വൃത്തിയോടുകൂടിയേ കയറാവൂ, അങ്ങനെയൊക്കെ ഉള്ള കുറെ നിബന്ധനകളുണ്ട്. ആ റൂമൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് നീറ്റ് ആയിട്ടും ആയിരിക്കും സൂക്ഷിക്കുന്നത്. അതുപോലെ ഒരു റൂം നമുക്ക് എന്തായിട്ട് വേണം, അല്ലെങ്കിൽ ഒരു റൂമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഷെൽഫ്, അതിന് വേണ്ടിയിട്ട് ഒരു ഏരിയ, ആ റൂമിന്റെ ഒരു ഏരിയ നമുക്ക് റെഡിയാക്കാൻ പറ്റും ഒരു ലൈബ്രറി ആയിട്ട്. അതില് കുഞ്ഞു മക്കളാണെങ്കിൽ, തീരെ കുട്ടികളാണെങ്കിൽ നമുക്ക് എല്ലാ ബുക്കും വെക്കുന്ന കൂട്ടത്തില് കളിക്കുടുക്കുകൾ അടുക്കി വെക്കാം. കളിക്കൊടുക്ക. എന്റെ മോളിപ്പോ ഇനി അടുത്ത 10ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പൊ ഇവള് വായിക്കാൻ പഠിച്ചത് ഈ കളിക്കുടുക്ക ഞാൻ 2 വർഷം LKG UKG 2 വർഷം സ്കൂൾ വഴി നമുക്ക് വരുത്താൻ പറ്റുമായിരുന്നു അന്ന്. അങ്ങനെ ഞാൻ അത് 1 വർഷത്തേക്കുള്ള ക്യാഷ് അടച്ചിട്ട് അത് വരുത്തുകയാണ് ചെയ്തത്. അപ്പൊ ഡെയിലി എല്ലാ ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, ഈ കളിക്കുടുക്ക കിട്ടും. അങ്ങനെയാണ് അതിൽ ഞാൻ വായിച്ചു കൊടുക്കുകയും ആ കുട്ടിയെ കൊണ്ട് വായിപ്പിക്കുകയും അതിലുള്ള കളികളൊക്കെ ചെയ്യിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് മലയാളം ഇമ്പ്രൂവ് ചെയ്തത്. പിന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, എന്റെ മാതൃഭാഷ മലയാളമാണ്. അപ്പൊ ആ മാതൃഭാഷയിൽ ഇവര് എക്സ്പേർട്ട് ആവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം നമ്മൾ മലയാളികൾ മലയാളം നന്നായി സംസാരിച്ചില്ലേ പിന്നെ ആരാ സംസാരിക്കുക?
വളരെ സ്പഷ്ടമായ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ എന്ന് പറയുന്നതിൽ, ഞാനൊരു മലയാളി ആയതിൽ ഞാൻ ശരിക്കും അഭിമാനിക്കുന്നുണ്ട്. കാരണം ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടി അംഗീകരിച്ച ഒരു ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലൊരു ഗൈഡൻസ് ആണ് ഈ കുട്ടികൾക്ക് കൊടുത്തത്. ഈ കളിക്കുടുക്ക അടുക്കി വെക്കുന്നത് ഒരു സ്ഥലത്ത്, പിന്നെ ഈ ഡൈജസ്റ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ ശേഖരിച്ചുകൊണ്ട് വരാറുണ്ട്. എന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കും. അതിങ്ങനെ ഒരു സ്ഥലത്ത് അടുക്കി വെക്കാറുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചാണ് ഈ പല രാജ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. കുറച്ച് മുതിർന്നപ്പോ പല രാജ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പല രാജ്യത്തെ ഫുഡ്, അവരുടെ വസ്ത്രരീതി, അവരുടെ കൾച്ചർ, അങ്ങനെ പല സംഭവങ്ങളും പഠിക്കാൻ തുടങ്ങി. പക്ഷെ ആള് കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ അതില് ഞാൻ ടീച്ചേഴ്സിനെ കൊണ്ടൊക്കെ കുറെ സംസാരിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ മോളെ കാര്യത്തിൽ അവൾ ഒതുങ്ങിയ ഒരു ടൈപ്പാണ്. പക്ഷെ പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾ വായിക്കാനും എഴുതാനും ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ലൈഫ് കോച്ച്, ഈ പറഞ്ഞ പോലെ പാരന്റിങ് നല്ല രീതിയിൽ കൊടുത്തത് കൊണ്ടാണ്. ഈ ലൈഫ് കോച്ചിങ് നമുക്ക് വീട്ടിൽ നന്നായിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് നല്ല ക്ഷമ വേണം. നമുക്ക് ടൈം മാനേജ് ചെയ്യണം. നമുക്ക് കുട്ടികളോടൊപ്പം ഒരു എപ്പോഴെങ്കിലും ഒരു സമയം അതിനു വേണ്ടിയിട്ടിരിക്കണം. ഇപ്പൊ ഞാൻ ബെഡിലേക്ക് പോകുന്ന സമയം, യെസ്, ഈ റീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ റീഡിങ് വേണം. നമുക്ക് ഇപ്പൊ ഡിജിറ്റൽ റീഡിംഗ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോ തളിര്, ഓക്കെ, ഡിജിറ്റൽ റീഡിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് പുസ്തക വായനയ്ക്ക് തന്നെയാണ്. നമ്മൾ അപ്ഡേറ്റ് ആവണം. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബുക്ക് എഫ്എമ്മിൽ ബുക്ക് കിട്ടും. പക്ഷേ ഈ സാധനത്തിൽ നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കാണിക്കും. അപ്പോൾ പിന്നെ നമുക്ക് സ്വാഭാവികമായി നമുക്ക് യൂട്യൂബ് കാണണമെന്ന് തോന്നും കുറച്ച്. അതുകൊണ്ട് ഇതൊരു റെസ്ട്രിക്ഷൻ, എല്ലാ സംഭവത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നുകൊണ്ട് വായിക്കുമ്പോഴാണ് ശരിക്കുള്ളൊരു വായന കിട്ടുന്നത്, വായിക്കാനുള്ളൊരു ഇതുണ്ടാവുന്നത്. അപ്പൊ എന്റെ മോള് ബുക്കൊക്കെ വായിക്കുന്നതാണ്. അപ്പൊ എനിക്ക് ശരിക്കും അഭിമാനം തോന്നാറുണ്ട്. ഒരു ദിവസം നമ്മുടെ ഇതിൽ തന്നെ നിസാം സാറിന്റെ ക്ലാസ് നടക്കുന്ന സമയത്ത് ഒരു രസകരമായ ഒരു സംഭവം, ഞാനിങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോ ഹാളിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെ ക്ലാസ് കേൾക്കുന്നത്, മൊബൈലിലാണ് കേട്ടോണ്ടിരുന്നത്. അപ്പൊ നല്ല സാറിന്റെ വോയിസ് ഭയങ്കര വലിയ വലിയ വോയിസ് അല്ലേ, പെട്ടെന്ന് നല്ല ഈ തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഒച്ചയാണ്. അപ്പൊ ഈ ഹാളിൽ ഇരുന്ന് കേൾക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് മുഴക്കമാണ്. അപ്പൊ മോള് ബുക്ക് വായിക്കുകയാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഉമ്മച്ചി അകത്ത് പോയിരുന്നിട്ട് ക്ലാസ് കേൾക്ക്. ഞാൻ പറഞ്ഞു, നീ അകത്ത് പോയിരുന്ന് വായിക്കേ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും, കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിച്ചണിലേക്ക് പോകും വേണം. അപ്പൊ ഒരു കംഫർട്ടബിൾ പ്ലേസിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. വീണ്ടും പറയാണ്, ഉമ്മച്ചി അകത്ത് പോയി കേൾക്ക്. വീട്ടിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും പറയണം, അകത്ത് പോയിരുന്ന ക്ലാസ് കേൾക്ക്. ഞാൻ പറഞ്ഞു, നീ അകത്ത് പോയിരുന്ന് വായിക്കേ. അപ്പൊ ഇത് ഇവള് ചെയ്യുന്നില്ല. അപ്പൊ എനിക്കിപ്പോ മൾട്ടി ടാസ്കിങ് ആണല്ലോ നമ്മള്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. കിച്ചണിലേക്ക് പോയാൽ അവിടെ വൈഫൈ കണക്ഷൻ അങ്ങോട്ട് കിട്ടത്തില്ല. അപ്പൊ ഇത് പ്രശ്നമാണ്. ലാസ്റ്റില് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോ നോക്കിയപ്പോഴത്തേക്ക് ഇവള് വായിച്ചുകൊണ്ടിരിക്കുന്നത് ട്രാക്കുളയുടെ ബുക്കാണ് വായിക്കുന്നത്. അപ്പൊ ഈ ട്രാക്കുള വായിക്കുന്നത് കൊണ്ട് റൂമിനകത്ത് പോയിരുന്ന് വായിക്കാൻ പുള്ളിക്കാരത്തേക്ക് പേടി. അതുകൊണ്ടാണ് ഹാളിൽ ഇരുന്ന് വായിക്കുന്നത്. അപ്പൊ അത് ഈ ഞാൻ പറയാറുണ്ട്, പേടിയുള്ളതൊന്ന് വായിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഞാൻ അങ്ങനെ ടീച്ചറിന്റെ അടുത്ത് തന്നെ പറഞ്ഞു, പേടിപ്പെടുത്തുന്ന കഥകൾ വായിക്കരുതെന്ന് പറയാം. പൊതുവെ ഇരുട്ടൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ്. അത് പണ്ട് എനിക്കും അങ്ങനെ ആയിരുന്നു. അപ്പൊ അതാണ് ആ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊരു സംഭവം, അത്തരം കഥകൾ വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ കുഴപ്പമില്ല. അപ്പൊ അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ബുക്കുകൾ അവർ വായിക്കുന്നുണ്ട്. ഞാൻ അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുന്നില്ല. ഇത് വായിക്കരുത് എന്ന് നിർബന്ധം പറയുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടത് വായിച്ച് പിന്നെ അവര് വേറെ നല്ല നല്ല വായനയിലേക്ക് അവർ മാറും. പിന്നെ അത് നമ്മൾ അതിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ ഡിറ്റക്റ്റീവ് നോവലുകൾ വായിക്കാൻ ഇഷ്ടമാണ്. അത് ഇങ്ങനെ വായിക്കാറുണ്ട്. അപ്പൊ ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ഒരു കാർട്ടൂൺ മോൻ കാണുന്നത്, ഒരു ഡിറ്റക്റ്റീവ് മെഹുൽ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം കാണാറുണ്ട്. അതിൽ ഞാൻ ഒന്നും പറയാറില്ല. കാരണം അതിൽ തന്നെ ലോജിക് ആർമി നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ ആൻസർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഈ കുട്ടി ആൻസർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ തെറ്റായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും. അപ്പൊ ഈ 3 വാതിലിൽ ഏതായിരിക്കും കുറച്ച് സെക്കൻഡ്സ് ഇങ്ങനെ കൊടുത്തിരിക്കും.
അപ്പൊ അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷെ ഫോൺ അഡിക്ഷനിലേക്ക് പോകരുത്. മറ്റുള്ള കാർട്ടൂൺസ് ഒക്കെ കാണുന്നതിനേക്കാൾ ഇതൊക്കെ കാണുമ്പോൾ അവർ അവിടെ നിന്ന് ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യും. ഏതിലായിരിക്കും, ഏത് ഡോറിലൂടെ പോയാൽ കടക്കാൻ പറ്റും എന്നവരവിടെ തിങ്ക് ചെയ്യും. അപ്പൊ ആ ചിന്തിക്കാനുള്ള ഒരു ശേഷി അവർക്ക് ഉണ്ടാവും. പക്ഷെ എപ്പോഴും ഇത് കാണിക്കണമെന്നല്ല, അതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് നമ്മൾ വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ റീഡിങ്ങിനെ പറ്റി തന്നെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഉച്ചത്തിലുള്ള വായന നമുക്ക്, ഞാൻ ഇത്രയും നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ കുഞ്ഞുനാളിലെ ഉച്ചത്തിൽ വായിക്കുമായിരുന്നു. അപ്പൊ എന്റെ കോഴ്സിലേക്ക് വന്ന വലിയ വലിയ ലേഡീസിനെ കൊണ്ട് ഞാൻ പറയും ഉച്ചത്തിൽ വായിക്കണം. അപ്പൊ എന്തായാലും അവര് വായിക്കില്ല. ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ടും വോയിസ് എനിക്ക് ഉറക്കെ വായിച്ച് ഇതിൽ അയച്ചു തരണമെന്ന് പറയാറുണ്ട്. അവര് 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉറച്ച് വായിക്കാൻ തുടങ്ങിയവർക്ക് നന്നായിട്ട് സംസാരിക്കാം. അവരുടെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറെ അപസ്വരങ്ങൾ വരുന്നുണ്ടല്ലോ. ഈ അപസ്വരങ്ങൾ മീട്ടുന്നത് കുറെ അങ്ങ് നിർത്തി. അത് അവർക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അവര് പറയുന്നുണ്ട് ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പോ നല്ല അതെ അതെ. ഇപ്പൊ ഈ പറയുന്ന പോലെ പഠിക്കാൻ നിർബന്ധിക്കുന്നാൽ പോരെ, പഠിക്കാൻ നിർബന്ധിക്കാതിരുന്നാൽ പോരെ, പഠിക്കാൻ നിർബന്ധിക്കാതിരുന്നാൽ പോരെ എന്നല്ല, പഠനം ആസ്വാദകരമാക്കുക എന്നുള്ളതാണ്. കുഞ്ഞുനാളിലെ നമ്മൾ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് കുട്ടികളെ ഇതിപ്പോ ഇതിലേക്ക് വരുന്ന ഒരു കേസല്ല. അപ്പൊ അതിൽ പറഞ്ഞോളൂ ദേവി കൃഷ്ണ അത് അയച്ചതുകൊണ്ടാണ്. കുട്ടികള് അത് ശരിയാണ്. കുട്ടികൾ നന്നായിട്ട് ചിലപ്പോൾ ക്യാച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ പോലും അവർക്ക് പേപ്പറിൽ പകർത്താൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഈ പാരന്റിങ്ങിൽ വരുന്ന വിഷയം തന്നെയാണ്. പാരന്റിങ്ങിൽ പ്രശ്നം വന്നു കഴിഞ്ഞാല് പാരന്റ് അടിക്കുമെന്നുള്ള, അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ പാരന്റ് ഉപദ്രവിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഈ കുട്ടികൾക്ക് ഈ മാർക്ക് കുറയുന്നത്. അവര് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാറുണ്ട്. ഇത് ഒരു കാരണം മാത്രമാണ്. പിന്നെ എക്സാം പേടി എന്ന് പറയുന്നത് പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഈ എക്സാം വരുന്ന സമയത്ത് മക്കൾക്ക് എക്സാം വരുമ്പോൾ ഞാനും ടെൻഷൻ അടിക്കുമായിരുന്നു. ഇപ്പോ എന്റെ മോൾ 9ാം ക്ലാസ്സിൽ ആണ്, 10ാം ക്ലാസ് ആണ്. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അത്യാവശ്യം നന്നായിട്ട് പഠിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് A+ വാങ്ങിക്കണമെന്നൊന്നും ഞാനൊരു നിർബന്ധം പറയുന്നില്ല. പക്ഷെ A+ വാങ്ങിയില്ലെങ്കിൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പൊ നന്നായിട്ട് പഠിക്കണം. അപ്പൊ ഇപ്പോ 9ാം ക്ലാസ്സിലായപ്പോ തന്നെ രാവിലെ ഇപ്പൊ നമ്മള് സുബഹിക്ക് ഇപ്പൊ നമ്മൾ 3 മണിക്കൊക്കെ എഴുന്നേക്കുമല്ലോ, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എഴുന്നേക്കുന്ന സമയത്ത് കൂടെ എഴുന്നേറ്റിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കിടക്കാറില്ല. 4-4:30 മണി മുതൽ 5:30 മണി വരെ ഇരുന്ന് പഠിക്കും. പിന്നെ നമസ്കരിക്കും. അതിനുശേഷം പിന്നെ ഉറങ്ങാറില്ല, ഇരുന്ന് പഠിക്കും. അപ്പൊ ആ 9ാം ക്ലാസ്സിലെ കുട്ടിയിൽ അങ്ങനെ ഒരു സ്വഭാവം കണ്ടപ്പോ തന്നെ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അത് അവള് കേൾക്കെ പലരോടും പറയാം അവള് ഇത്ര സമയം വരെ ഇരുന്ന് പഠിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അപ്രീസിയേഷൻ ആണ്. നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ മക്കളെ നല്ലത് പറയുന്നത് കേൾക്കുന്നത്. ഇല്ലെങ്കിൽ ഈ കുട്ടികള് നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ളവരെ കൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയിപ്പിക്കാം. നിന്റെ അമ്മ പറഞ്ഞു നീ നന്നായിട്ട് പഠിക്കും, രാവിലെ എഴുന്നേറ്റ് പഠിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്ന് വേണമെങ്കിൽ ഒരാളെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. ടീച്ചേഴ്സിനെ കൊണ്ടൊക്കെ പറയിപ്പിക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പൊ അത് കുട്ടികൾക്ക് കേൾക്കുമ്പോ എന്റെ അമ്മ എങ്ങനെ പറഞ്ഞല്ലേ, അതൊരു സന്തോഷമാണ് അവർക്ക്. അത് കൊടുക്കാം. പിന്നെ പോസിറ്റീവ് മോട്ടിവേഷൻ, അത് നമ്മൾ കൊടുക്കുക. പാരന്റിങ്ങിൽ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെയാണ് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ലൈഫ് കോച്ചിങ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളത് നമ്മൾ പാരന്റ്സിനോട് പറയുന്നത്. അപ്പൊ ഈ പാരന്റിങ്ങിലും ഈ ലൈഫ് കോച്ചിങ് പല ഭാഗത്തും വരുന്നുണ്ട്. പക്ഷെ അത് ആർക്കും അറിയുന്നില്ല. അപ്രീസിയേഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതൊക്കെ കറക്റ്റ് ആണ്. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പാരന്റിങ് ക്ലാസ് കേട്ടിട്ട് എല്ലാം എഴുതി നോട്ടെല്ലാം എഴുതി അടച്ചു വെച്ചിട്ട് പോയിട്ട് പിന്നെ പിള്ളേരെ ശകാരിക്കുന്ന പാരന്റ്സ് ഉണ്ട്. അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് ക്ഷമ കൈവരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ട്. കുറെ കാര്യങ്ങൾ, കുറെ തെറാപ്പികൾ, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ കുഞ്ഞിനെ വഴക്കുറയുന്ന സമയത്ത് നമ്മൾ ആ പഠിക്കുന്ന കാലത്ത് എങ്ങനെ ആയിരുന്നു എന്നുള്ളതൊന്ന് ചിന്തിക്കണം. ചിലപ്പോൾ നമ്മൾ പഠിക്കാൻ നല്ല മിടുക്കരായിരിക്കും, നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം ചില ആൾക്കാർ. അപ്പൊ എന്ത് ചെയ്യണം, ആ കാരണത്തെ കണ്ടെത്തുക. കുഞ്ഞിനോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് പഠിക്കാൻ ഇഷ്ടമില്ലാത്തതെന്നൊക്കെ ചോദിക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മാറി വരാനായിട്ട് പറ്റും.
ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ നമ്മളെ കുട്ടികളെയൊക്കെ മാറ്റിയെടുത്തതൊക്കെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ്. എന്റെ മോനും ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ ആയിരുന്നു, ആരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കില്ല. പക്ഷെ ഇപ്പോ ഇന്ന് ഞാനൊരു ഹോമിയോ ഡോക്ടർ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എക്സാം എളുപ്പം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് ഒന്നുകിൽ ഇങ്ങനെ തലയാട്ടണം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് ആൻസർ പറയണം. പക്ഷെ അവൻ പറഞ്ഞത് എനിക്ക് തന്നെ ചിരി വന്നു. അവൻ പറഞ്ഞൊരു ആൻസർ എന്താന്ന് വെച്ചാല് കുറച്ച്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ കുറച്ച്. എക്സാം എളുപ്പം ഉണ്ടായിരുന്നു ചോദിച്ചപ്പോ കുറച്ച്. അപ്പൊ അവന്റേതായ ആ ഒരു ഇതിലങ്ങ് പറഞ്ഞു കുറച്ച്. ശരിയാണ്, കുറച്ച് എളുപ്പം ഉണ്ടായിരുന്നു, പിന്നെ പനി ആയതുകൊണ്ട് കുറച്ച് പഠിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞത് സത്യമാണ്. അത് ആ ഡോക്ടറോട് അങ്ങനെ പറയാൻ അവനെ സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ നമ്മുടെ മക്കളുടെ ഓരോ ഇമ്പ്രൂവ്മെന്റിലും നമ്മൾ സന്തോഷിക്കാൻ വേണം. അത് അവിടെ അപ്രീസിയേഷൻ കൊടുക്കാൻ വേണം. നീ ആ ഡോക്ടറോട് അങ്ങനെ പറഞ്ഞില്ലേ, ഗുഡ്, അങ്ങനെ വേണം. അത് നമ്മൾ സംസാരിച്ചാലേ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സംസാരിക്കാനും നമുക്ക് ഒരു മുൻനിരയിലേക്ക് എത്താനൊക്കെ കഴിയുള്ളൂ അവരുടെ ഭാഷയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ലൈഫ് കോച്ചിങ്ങും ട്രഡീഷണൽ ടീച്ചിങ്ങും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് പറയുന്നത്. കുറെ ആസ്പെക്ട്സിൽ നമുക്കത് നോക്കിക്കാണാം. ഒന്നാമത്തത് ഫോക്കസിലേക്ക് വരുന്ന സമയത്ത് ഈ ലൈഫ് കോച്ചിങ് കൊടുക്കുന്നത് കൊണ്ട് അത് എന്തിലേക്കാണ് ലൈഫ് കോച്ചിങ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഴ്സണൽ ഗോൾസ്, പേഴ്സണൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിലും പേഴ്സണൽ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്നതിലും മൈൻഡ് സെറ്റ്, അതുപോലെ ആൻഡ് ലൈഫ് സ്കിൽസ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിലായിരിക്കും എന്ത് ലൈഫ് കോച്ചിങ് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിലേക്ക് ഈ ഫോക്കസിന്റെ ആ ഒരു ഏരിയ വന്നാല് എങ്ങനെയായിരിക്കും? അത് അക്കാഡമിക് നോളജ് ആൻഡ് സബ്ജക്ട്സ്. അവിടെ അക്കാഡമിക്കലി ഉള്ള നോളജുകൾ കൊടുക്കുക, സബ്ജക്ട് വൈസ് പഠിപ്പിച്ചു വിടുക. ഇത്ര മണിക്കൂർ ഇത്ര സബ്ജക്ട്, ഇത്ര മിനിറ്റ് ഇത്ര സബ്ജക്ട് എന്നുള്ളത് അവരവിടെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈം ടേബിൾ പ്രകാരം മാത്രമേ അവർ മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ ഇവിടെ ഈ ഇതില് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് വരുന്ന സമയത്ത് ആ കുഞ്ഞിനെ അസസ്മെന്റ് നടത്തിയിട്ടാണ് അവനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു അസസ്മെന്റിലോ ഒന്നുമില്ല. ഇവിടെ ഓൾറെഡി ഒരു എന്തുണ്ട്, ഒരു ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ പ്രകാരം മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. പിന്നെ അപ്രോച്ച് ഏത് രീതിയിലായിരിക്കും? ലൈഫ് കോച്ചിങ്ങിലുള്ള അപ്രോച്ച് ഇന്ററാക്റ്റീവ് ആയിരിക്കും. കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ ഇന്ററാക്റ്റീവ് ആയിരിക്കും. അതുപോലെ ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. ഈ കോച്ചിനും ഒരു ഗോൾ ഉണ്ട്, ഈ കുട്ടിയെ ഡെവലപ്പ് ചെയ്യുക, എല്ലാ രീതിയിലും ഡെവലപ്പ് ചെയ്യുക. അതുപോലെ കുട്ടിക്കും ഒരു ഗോൾ കണ്ടെത്തി കുട്ടിയെ അതിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, അവനെ അതിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ഈ ഇതേ സെയിം അപ്രോച്ച് ട്രഡീഷണൽ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പൊ വരുന്ന കുട്ടികൾ ഡിഫറെന്റ് കാലിബർ ഉള്ള കുട്ടികളല്ലേ ഉണ്ടാവല്? അപ്പൊ എല്ലാവർക്കും ഒരേ സംഭവം തന്നെ കൊടുത്താൽ ഹൗ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ലൈഫ് കോച്ചിങ്ങിൽ നമുക്ക് ഒരേ സാധനം തന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ സ്കൂളില് ഞാൻ പറഞ്ഞുതരാം. സ്കൂളിൽ ഇപ്പം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ചാപ്റ്റർ അവർ പഠിപ്പിക്കുന്നു, വായിക്കുന്നു, അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ആ കഥ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിപ്പിക്കുന്നു. ലാസ്റ്റിൽ അവർ അത് എഴുതിപ്പിക്കുന്നു, അത് പഠിപ്പിക്കുന്നു. പിന്നെ അവര് ടെസ്റ്റ് പേപ്പർ ഇടും. ഇതിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കോച്ചിങ്ങിനെ കുട്ടികൾ. പറ്റിയിട്ടാ ചോദിക്കുന്നത്, സ്കൂളിൻ്റെതല്ല, ലൈഫ് കോച്ചിങ്ങിലാണ്. അതെ, പറയാം. ഇതില് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും, പഠിക്കാത്ത കുട്ടികളും ഉണ്ടാവും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാത്ത കുട്ടികളുണ്ടാവും. അങ്ങനെ കുറെ പ്രശ്നക്കാരുണ്ടാവും. എല്ലാവരും ഒരുമിച്ചിട്ടിട്ട് അവര് അവരുടെ കാര്യം തീർത്ത് പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അതാണ് അവരുടെ ഒരു ട്രഡീഷണൽ ടീച്ചിങ്ങിലുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതാണ്. അതേസമയം നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ, ലൈഫ് കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ, ഓരോ കുട്ടികളെയും അവനവന്റെ കഴിവിനനുസരിച്ച്, ഇപ്പൊ ഒരു കുട്ടിക്ക് ചിലപ്പോൾ വരയ്ക്കാൻ നന്നായിട്ട് കഴിവുണ്ടാവും, അതേസമയം മറ്റു കുട്ടിക്ക് അത് ഉണ്ടാവില്ല. അപ്പൊ അവന് വരപ്പിലാണെങ്കിൽ അവന് അതിൽ ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവന്റെ ഗോള്. അവന്റെ ടേസ്റ്റ്, അവന്റെ രുചി, അവന്റെ അഭിരുചി എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവന് ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ലൈഫ് കോച്ചിങ്ങിൽ വരുന്നത്.
ചില കുട്ടികൾക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കരമായിട്ട് കലപില സംസാരിക്കുന്ന കുട്ടികളായിരിക്കും. അവർക്ക് കഥ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരോട് ആ കഥ തിരിച്ചു പറയാനോ, ഇല്ലെങ്കിൽ ഈ കഥയിൽ നിന്ന് മോൻ എന്തൊക്കെ മനസ്സിലായി, ഈ കഥയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് കുറെ കൂടി നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അവരെ നമ്മൾ പ്രാപ്തരാക്കിയാൽ നാളത്തെ ഒരു പബ്ലിക് സ്പീക്കറോ ഒരു കമ്മ്യൂണിക്കേഷൻ കോച്ചോ ഒക്കെ അവിടെ നമുക്ക് ജനിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ആ ഒരു ലൈഫ് കോച്ചിങ്ങിൽ. ഇതാണ് ലൈഫ് കോച്ചിങ്ങും ഈ ടീച്ചിങ് മെത്തേഡും തമ്മിലുള്ള, ട്രഡീഷണൽ ടീച്ചിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ലൈഫ് കോച്ചിങ്ങിൽ വരുന്ന ഓരോ കുട്ടികളെയും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അവരുടെ ക്യാരക്ടർ എങ്ങനെയാണോ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അവരെ മനസ്സിലാക്കി അവരെ ഇംപ്രൂവ് ചെയ്തെടുക്കുകയാണ്. അവരുടെ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. അവിടെ ഒന്ന് ഈ പറഞ്ഞതുപോലെ അടിച്ചേൽപ്പിക്കലില്ല. ഇതെന്ന് പറഞ്ഞാൽ പഠിച്ചേ പറ്റൂ, എക്സാമിന് മാർക്ക് കിട്ടണോ പഠിച്ചേ പറ്റൂ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകണോ മാർക്ക് വാങ്ങിയേ പറ്റൂ. അതാണ് ട്രഡീഷണൽ ടീച്ചിങ്ങിലുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അവർക്ക് സിലബസ് എന്താണോ അതനുസരിച്ച് അവർക്ക് പഠിപ്പിച്ചേ പറ്റൂ. അത് ആ ടീച്ചേഴ്സിന്റെ പ്രശ്നം അല്ല കേട്ടോ, ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിന്റെ ഒരു പ്രോബ്ലം ആണ്. ഇപ്പൊ കുറെ സ്കൂളുകളൊക്കെ മാറി വരുന്നുണ്ട്, ഈ കളിയിലൂടെ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ഇതൊക്കെ ലേണിംഗ് സ്കിൽ, ഇത് ഈ ലൈഫ് സ്കില്ലൊക്കെ അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്, സോഫ്റ്റ് സ്കിൽസ് ഒക്കെ അവർ അപ്ലൈ ചെയ്യുന്നുണ്ട് സ്കൂളുകളിലൊക്കെ. അപ്പോ അടുത്തത് ഇതിന്റെ മെത്തേഡ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇവിടെ ഡിസ്കഷൻസ് വരുന്നുണ്ട്, ഈ കുട്ടികൾ തമ്മിൽ ഡിസ്കഷൻസ് വരുന്നുണ്ട്. പിന്നെ എക്സർസൈസ് നമ്മൾ ഈ പറയുന്ന പോലെ തലേ ദിവസത്തെ ക്ലാസ് എങ്ങനെയാണെന്ന് അതുപോലെ അവരെ കൊണ്ട് പറയിപ്പിക്കുക. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ റിസർച്ച് ചെയ്യിപ്പിച്ച്, ഇപ്പൊ ഒരു കഥ, ഒരു സ്റ്റോറി പറയണമെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്റ്റോറി അത് കേട്ട് മനസ്സിലാക്കി അത് പറയാൻ ശ്രമിക്കുക. അതിപ്പോ പാരന്റ്സിന്റെ സപ്പോർട്ട് ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ചില കുട്ടികൾ ഈ പറഞ്ഞില്ലേ പാരന്റിങ് നല്ലതല്ലെങ്കിൽ അപ്പൊ നമ്മൾ കുറെ സ്റ്റോറീസ് ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, മോട്ടിവേഷണൽ സ്റ്റോറീസ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കണം. ആ കഥയിലൂടെ അതിന്റെ ആ മോട്ടിവേഷൻ, അതിൽ എന്താണ് മനസ്സിലായത്, ആ കഥയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നു, ഡിസ്കഷൻ അവിടെ നടക്കുക. പിന്നെ എക്സർസൈസ് ആയിട്ട് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കുട്ടിക്ക് കഥ പറയാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുകയാണ് നമ്മളിവിടെ. അപ്പൊ ഇവനിവിടെ ഒരു വേദി കിട്ടുന്നുണ്ട്, നമ്മളായിട്ട് മറ്റൊരാളാണ്, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ, അല്ലെ? ഡിസ്കഷൻ ഉണ്ട്, ഇന്ററാക്ഷൻ ഉണ്ട്. അതുപോലെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. റിയൽ ലൈഫിലുള്ള സംഭവങ്ങളായിരിക്കും ഇവിടെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതേസമയം ഈ ഒരു ടീച്ചിങ് മെത്തേഡിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു പരമ്പരാഗതമായ ഒരു പഠന രീതി ഉണ്ട്, അതിനപ്പുറത്തേക്ക് അവർ കടക്കില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ എക്സർസൈസ് എന്ന് പറയുമ്പോൾ ആ പഠിച്ച പാഠഭാഗങ്ങൾ തന്നെ ഹോംവർക്ക് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡും അതുപോലെ തന്നെ ലൈഫ് കോച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നേരത്തെ ചോദിച്ചാൽ ഒരു ഡൗട്ടും കൂടി ചോദിച്ചോട്ടെ മാഡം. അപ്പൊ മാം ഈ ടീച്ചിങ് സ്റ്റൈലും ലൈഫ് കോച്ചിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും ഇതില്? ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, ഒരു ടീച്ചറിന് ഒരു സബ്ജക്ട് കിട്ടിയാൽ അത് പഠിക്കണം. ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ആവുക, മറ്റുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഇതും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടോ? കമ്പയർ ചെയ്യുന്നതിന്റെ ആവശ്യം ആണ് പറഞ്ഞത്. A+ കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും ഈ ലൈഫ് കോച്ചിങ് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. ടീച്ചേഴ്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ, ഞാനും ടീച്ചറാണ്, ഞാനും ഈ പറഞ്ഞ ട്രഡീഷണൽ മെത്തേഡിലൂടെ ഉള്ള ആ സിലബസ് ആണ് പഠിപ്പിച്ചു പോരുന്നത്. പക്ഷെ അവിടെ എന്ത് കിട്ടുന്നില്ല, കുട്ടികളെ നമുക്ക് ഒന്ന് ഉപദേശിക്കാനോ ഒന്നിനോ ഉള്ള ടൈം അവരെ നേരെ കൊണ്ടുവരാനോ ഒന്നിനോ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ അവർക്കൊരു വകതിരിവ് ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നിനും നമുക്ക് സമയം കിട്ടുന്നില്ല. ചില കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് അവരുടെ പാരന്റ്സിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിൽ നിന്നോ ഒക്കെ അവർക്ക് പല അവയർനെസ് കിട്ടുന്നുണ്ട്. LP UP എല്ലാ ടീച്ചിങ് മെത്തേഡിലും അല്ല, ഇപ്പൊ ഒരുപാട് സ്കൂളുകളിൽ ഈ പറയുന്ന മാറ്റം വരുന്നുണ്ട്. ലൈഫ് കോച്ചിങ് പോലെ, അതായത് ഈ ലൈഫ് സ്കിൽസ് അപ്ലൈ ചെയ്തുകൊണ്ട് പല സ്കൂളുകളും ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട്.
ഇപ്പോ നമ്മുടെ ഇവിടുത്തെ സ്കൂളിൽ തന്നെ നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ട് ഞാൻ പറയുന്ന ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറ്റിയിട്ട് ഈ പറയുന്ന പോലെ ഈ ലൈഫ് കോച്ചിങ് ഈ സോഫ്റ്റ് സ്കിൽസ് അപ്ലൈ ചെയ്യുന്ന രീതി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു നിങ്ങളുടെ ഐഡിയാസ് ഞങ്ങൾക്ക് വേണം, കാരണം എന്റെ ഈ പ്രൊഫൈൽ അവർ കാണുന്നുണ്ട്, എന്റെ സ്റ്റാറ്റസ് അവർ കാണുന്നുണ്ട്, അവർക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് അതിന് കുറെ ഐഡിയാസ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരു ടീച്ചർ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ശരിക്കും അത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. സാധാരണ ഈ കുട്ടികൾ ബഹളം കാണിച്ചപ്പോ ഈ ഒരു ടീച്ചർ പറഞ്ഞതാണ്, എന്റെ മോന്റെ ക്ലാസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്, അന്ന് ക്ലാസ് കഴിഞ്ഞ് ഇവര് ഈ ഇത് ഉണ്ടാക്കി ഇങ്ങനെ പറത്തുകയാണ്, ഈ കിളി എന്തോ ആരോയാ എന്തോ സംഭവം പ്ലെയിനോ എന്തോ ഉണ്ടാക്കി ഇങ്ങനെ പറത്തുകയാണ്. അത് ഉണ്ടാക്കാൻ എടുത്ത പേപ്പർ എന്ന് വെച്ചാൽ ഇവര് പരീക്ഷ എഴുതിയ ക്വസ്റ്റ്യൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കൊച്ചു അങ്ങനെ കാണിക്കുന്നത്? ടീച്ചറിന്റെ അറ്റൻഷൻ അവിടെ കിട്ടുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, ടീച്ചർ ഞാൻ ചെന്നപ്പോ തന്നെ ഞാനിങ്ങനെ എല്ലാരും നോക്കി ചിരിക്കാണ്, ഇവരെ കുസൃതി കണ്ടിട്ട് ഞാനിങ്ങനെ ചിരിക്കാണ്. അപ്പോഴാണ് ടീച്ചർ ഇങ്ങനെ പറയണം, ക്വസ്റ്റ്യൻ പരീക്ഷ എഴുതി കഴിഞ്ഞില്ല, അതിനു മുമ്പേ കിളി പ്ലെയിൻ ഉണ്ടാക്കി പറത്തുക, എന്തൊരു ബഹളോ പിള്ളേര് എന്നിങ്ങനെ പറയാം. പിള്ളേര് ബഹളക്കാരാണ്, അവരങ്ങനെ കൂട്ടുകൂടുമ്പോ ഒരു ക്ലാസ് റൂമിൽ അത്യാവശ്യം ബഹളം ഉണ്ടാവും. അപ്പൊ ആ ബഹളം മാറ്റാൻ ടീച്ചർ ഫ്രണ്ടിൽ വന്നു നിന്ന് ഒരു കഥ പറഞ്ഞു കൊടുക്കും. ഞാനൊരു കഥ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കഥ പറയുക. ആ കഥയില് അവർക്ക് എന്തെങ്കിലും ഒരു കിട്ടത്തക്ക രീതിയിൽ ഒരു മോട്ടിവേഷൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനകത്ത് കഥ പോലെ പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഇന്റർവെൽ ടൈമിൽ ആ കുട്ടികൾക്ക് ആ ബസ്സിൽ കയറി അല്ലെങ്കിൽ പാരന്റ് വിളിക്കാൻ വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ആ ടീച്ചർക്ക് ചെയ്യാം. പക്ഷെ ആ ടീച്ചർ അവിടെ ചെയ്യുന്നില്ല. യെസ്, മോട്ടിവേഷൻ കോണ്ടന്റുള്ളത് അത് അവർ ചെയ്യുന്നില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തൊരു ബഹളം. ആ കുട്ടികളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവിടെ. അവസാനം ഞാൻ ഇതെല്ലാം വെച്ചുകൊണ്ട് ആ ടീച്ചേഴ്സിനോട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും, അവരടങ്ങിയിരിക്കും, അവർ നമ്മൾ പറയുന്നത് കേൾക്കും. പിന്നെ അല്ലെങ്കിൽ നാടൻ പാട്ട് പാടും, ഉച്ചത്തിൽ നാടൻ പാട്ട് ഈണത്തിലൊക്കെ പാടിക്കൊടുത്താൽ കുട്ടികൾ ഏറ്റുപാടും. ഒരു റിതം ആ ഒരു ക്ലാസ്സിൽ മൊത്തത്തിൽ കുട്ടികൾ കൈകൊട്ടി പാടുമ്പോൾ അത് കേൾക്കാൻ ഒരു പാരന്റ് പുറത്തുനിന്ന് കയറി വരുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആ ക്ലാസ് റൂമിലെ അന്തരീക്ഷം കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്, കുട്ടികളും അത് എൻജോയ് ചെയ്യും. അപ്പൊ ഇതൊന്നും അവിടെ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈമില്ല. അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഈ കുട്ടികളെ ഇത്രയും സമയം പഠിപ്പിച്ച് ഇവരിങ്ങനെ വായിട്ടലച്ച് അവര് ഭയങ്കരമായിട്ട് ടയേർഡാണ്. അവർക്ക് അവിടെ ഒരു പാഷൻ ഇല്ല. അവിടെ ഞാൻ കണ്ടിടത്തോളം ആ ടീച്ചേഴ്സിനൊക്കെ തന്നെ ആ ഒരു പാഷൻ അവിടെ ഇല്ല. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. LKG UKG ക്ലാസ്. ഞാൻ പ്രീ പ്രൈമറി TTC ആണ് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇന്നും എനിക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനാണ് ഇഷ്ടം. ഞാൻ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷത്തോളായി. അതിനു മുമ്പ് ഞാനൊരു സ്കൂളിൽ പോയ സമയത്ത് അന്ന് എന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്ക് കുട്ടികളില്ല, ഒന്നുമില്ല. പക്ഷെ അപ്പോഴും നമ്മളെ പഠിപ്പിച്ച ടീച്ചർ നന്നായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ടീച്ചർ പറഞ്ഞ കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ സ്ത്രീകളെ തന്നെ എടുക്കുന്നത്, അവർക്ക് മാതൃത്വം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അന്ന് തന്നെ കുട്ടികളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ എന്റെ ക്ലാസ്സിൽ ഒരു 2.5 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ടാക്കി. ആ പാരന്റിന് ജോലിക്ക് പോകണം. അപ്പൊ അവിടെ എടുക്കാൻ പാടില്ല, പക്ഷെ കുട്ടികൾ കുറവായതുകൊണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇരുന്നോട്ടെ. ഈ കൊച്ചു ഭയങ്കര വികൃതിയാണ്. അപ്പൊ ആന്റി എടുത്ത് എല്ലാ കുട്ടികളെയും ഞാൻ ഏൽപ്പിച്ചു, ഈ ഒരൊറ്റ കുട്ടിയെ ഞാൻ ഏറ്റെടുത്തു. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നെ നന്നായിട്ട് കടിക്കും എന്ന് പറഞ്ഞാൽ നല്ല വേദന എടുക്കും. പക്ഷെ അപ്പോഴും ദേഷ്യപ്പെടാതെ അവനോട് ചിരിച്ച് കളിച്ച്, പാരന്റ് പറയുന്നത് മടി പിടിച്ചിരുത്തി അവൻ ഇരിക്കില്ല എന്നാണ്. പക്ഷെ ആദ്യമൊക്കെ വലിയ പ്രശ്നക്കാരനായിരുന്നു അവൻ. പിന്നെ പതിയെ ഞാൻ മടി പിടിച്ചിരുത്തുമ്പോ കഥ പറയും, അവന്റെ മുടി ഇങ്ങനെ തലോടി കൊടുക്കും, എന്ത് കുസൃതി കാണിച്ചാലും അവനെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ കൊച്ചിനെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു. കുറെ നാൾ കഴിഞ്ഞ് ഒരു 2-3 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ അവന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നോടെ. അപ്പൊ ഇതൊക്കെ ഈ പഠനത്തിനോടൊപ്പം ഇപ്പൊ കൈപിടിച്ച് എഴുതിപ്പിക്കുക, സ്ലീപ്പിംഗ് ലൈൻ എഴുതിപ്പിക്കുക, സ്ലാൻഡിംഗ് ലൈൻ എഴുതിപ്പിക്കുക, അതിനപ്പുറത്തേക്ക് ആ കുഞ്ഞിന്റെ ആ കൈ പിടിച്ച് നമ്മളൊന്ന് തലോടാൻ, അവന് എഴുതിയിട്ട് വേദനിക്കുമ്പോൾ ഒന്ന് കൈ തലോടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ലൈഫ് സ്കില്ലൊക്കെ വേണം, നമുക്കൊരു ക്ഷമയൊക്കെ വേണം, അല്ലേ? അപ്പൊ അതാണ് ഈ ലൈഫ് കോച്ചിങ്ങും ട്രഡീഷണൽ ടീച്ചിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം
ഇത് ലൈഫ് കോച്ചിങ് സ്കൂളുകളിൽ അപ്ലൈ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ അപ്ലൈ ചെയ്യണോ, നമുക്കൊരു ലൈഫ് കോച്ചിങ് നമ്മുടെ മക്കൾക്ക് കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞതൊക്കെ? എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഉറപ്പായും വേണം. ദേവികൃഷ്ണ, താങ്ക് യു ദേവികൃഷ്ണ. നിങ്ങള് ബിസി ആണെന്ന് തോന്നുന്നു അല്ലെ? എന്തോ മൈക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. എപ്പോഴും എനിക്കിങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ് ചെയ്ത് അയക്കുന്നുണ്ട്. ആള് സംസാരിച്ചില്ലെങ്കിലും ഇന്ററാക്റ്റീവ് ആണ്. ഓക്കെ, ശരിയാണ്. നമുക്ക് വേണം ഇത്തരത്തിൽ കുട്ടികൾക്ക് സ്കില്ല് നമുക്ക് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇത് കൊടുക്കുന്നത് വഴി കുട്ടികളുടെ പേഴ്സണൽ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഒരു ഹെൽപ്പറാണ് നമ്മൾ. അത് പാരന്റ് ആവാം, ഈ ലൈഫ് കോച്ച് എന്ന് പറയുന്നത് പാരന്റ് ആവാം, അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊരു കോച്ചിങ് കൊടുക്കുന്ന ഒരാളാകാം, അതാരുമാകാം. പക്ഷെ അവരുടെ പേഴ്സണൽ ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു ഹെൽപ്പറും കൂടിയാണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഗുഡ്. ബൂസ്റ്റ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് അവയർനെസ്. അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുക, അവരുടെ സെൽഫ് അവയർനെസ് അവർക്ക് ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു ഹെൽപ്പറാണ് ആര്? ഒന്നുകിൽ ഒരു പാരന്റ് അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ച്. പിന്നെ എന്താണ്? പ്രോബ്ലം സോൾവിങ്ങിന് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. പാരന്റ് ക്യാൻ യെസ്. പക്ഷെ ഈ പറഞ്ഞ പോലെ, ആരോ പറഞ്ഞ പോലെ പാരന്റിങ് നല്ലതല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കാണുന്നതല്ലേ, വാർത്തകളൊക്കെ കേൾക്കുന്നതല്ലേ അല്ലേ? ഒരു പ്രശ്നം വന്നപ്പോ ചുറ്റികൈ എടുത്ത് ഇറങ്ങുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റിലും ഇന്നുള്ളത്. അതും തീരെ കൊച്ചുകുട്ടിയല്ല, 10-20 വയസ്സായ, 14 വയസ്സായ, 15 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളാണ് എന്നുള്ളതാണ് അതിനേക്കാളും വലിയ വിഷമകരമായ ഒരു അവസ്ഥ. അത്രയും വയസ്സ് വരെ വളർത്തി വലുതാക്കിയ പാരന്റ്, ആ പാരന്റിങ്ങിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കാണ് ഈ കുട്ടിയെ മാറി ചിന്തിപ്പിക്കുന്നത്. അപ്പൊ പാരന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡാണ്, ഒരു ലൈഫ് കോച്ച് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അവന്റെ സമസ്ത മേഖലകളിലും അവനെ ഇംപ്രൂവ് ചെയ്യിക്കുന്ന ഒരു ഗൈഡാണ്, ഒരു ലൈഫ് കോച്ചാണ്. ആര്? അവന്റെ അമ്മ. മനസ്സിലായോ? ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിൽ, അപ്പൊ ഇവിടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുട്ടിക്ക് അറിയില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാവരെയും കൂടി കൊടുത്ത് എല്ലാവരെയും കൊല്ലുക, പോയി വേലിവിഷം വാങ്ങി കഴിക്കുക, ഇല്ലെങ്കിൽ കിണറ്റി ചാടുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുക. പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സാം ഫിയർ, എക്സാം വരുമ്പോ തന്നെ വിറയൽ തുടങ്ങും. ഈ എക്സാം ആണ് എന്റെ ജീവിതം നിർണ്ണയിക്കുന്നത് എന്നൊരു തോന്നൽ, അതിനപ്പുറത്തേക്ക് അവൻ പിന്നെ ഉള്ള ജീവിതം അവൻ കാണുന്നില്ല. ആ ഒരു എക്സാം കൊണ്ട് അവന്റെ കണ്ണ് ഇരുട്ട് കയറിയിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഇത്ര ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയാലും വലിയ പ്രോബ്ലംസ് ആയാലും അതിനോ എങ്ങനെ, ഹൗ ടു ഓവർകം ദാറ്റ് പ്രോബ്ലം, അവിടെ നമ്മൾ ഒരു ലൈഫ് കോച്ച് നമുക്ക് വേണം. അത് നമ്മുടെ അമ്മയാകാം, അച്ഛനാകാം, ഗ്രാൻഡ് പാരന്റ് ആകാം, ടീച്ചർ ആകാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ഇൻഫ്ലുവൻസർ ആകാം. ഓക്കെ അല്ലേ? ഇനി അവരുടെ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് റെസിലിയൻസ് എൻകറേജ് ചെയ്യുക, അതൊന്ന് ബൂസ്റ്റ് ചെയ്യുക. അവരുടെ റെസിലിയൻസ് പവർ ഒന്ന് കൂട്ടി കൊടുക്കുക. പോസിറ്റീവ് തിങ്കിങ് ഒന്ന് എങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം എന്നുള്ളത് ഈ റീഡിങ്ങിലേക്കൊക്കെ മാറുമ്പോൾ തന്നെ കുറെ മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, ഈ സ്റ്റോറി ടെല്ലിങ്, അതുപോലെ പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ വരുമ്പോൾ തന്നെ അവൻ ഒരു റിസർച്ച് മൈൻഡ് സെറ്റിലേക്ക് മാറും. അപ്പോൾ പുതിയ ഇപ്പൊ തന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കണം. അപ്പൊ നമ്മൾ ChatGPT-യിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്താൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, അത് പോയിട്ട് പിന്നെ വേറെ കുറെ കോണ്ടന്റ്സ് എവിടെന്നെങ്കിലൊക്കെ എടുത്തിട്ട് വരും. പിന്നെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും. പലപ്പോഴും തൃപ്തി വരുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും കോണ്ടന്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് തൃപ്തി വരുന്നില്ല. അത്രയും നമ്മൾ ഇനിയും പഠിക്കണം, ഇനിയും കിട്ടണം. ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതിനത്രയും നമ്മളൊരു ലൈഫ് ലോങ് ലേണർ ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും, സ്വയം സെൽഫ് സ്റ്റഡി ചെയ്തുകൊണ്ടേയിരിക്കും. സെൽഫ് മോട്ടിവേറ്റ്, നമ്മളെന്ന് ഇനി മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും വേണോ? വേണ്ട. നമ്മൾ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു,
മറ്റുള്ളവരെ എംപവർ ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെ കിട്ടണമെങ്കിൽ അവിടെ ഒരു ലൈഫ് കോച്ച് വേണം. എല്ലാ പാരന്റ്സും പറയുന്നത് 10th എക്സാം ആണ് നിങ്ങളുടെ ലൈഫ് നിർണ്ണയിക്കുന്നതൊക്കെ പറഞ്ഞ് കുട്ടികൾ അങ്ങനെയൊന്നുമില്ല. ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് വാങ്ങിച്ചിട്ടാണ് എന്റെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്റെ മക്കളെ കാണിക്കുന്നതിന് എനിക്ക് മാർക്ക്. അങ്ങനെയൊന്നും പറയരുത്. കുട്ടികളോട് പറയണം, മക്കളെ 10ാം ക്ലാസ് പാസ് ആവണം, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടുതൽ മാർക്കൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ അഡ്മിഷൻ കിട്ടൂല. അഡ്മിഷൻ കിട്ടാതെ വന്നാൽ ഇത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, 10ാം ക്ലാസ് ആണ്. അത് കേൾക്കുമ്പോഴേ കൊച്ചിന്റെ പകുതി ജീവൻ അവിടെ ആയിപ്പോകും. അപ്പൊ നമ്മൾ പറയേണ്ട രീതി ആ ടോൺ രണ്ടും ഒന്ന് തന്നെയാണ്. 10ാം ക്ലാസ്സിൽ ഫുള്ള് മാർക്ക് വാങ്ങിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. 2 ടോൺ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. മനസ്സിലായോ? നിനക്ക് എന്ത് ചെയ്താലും 10ാം ക്ലാസ് ആണ്, 10ാം ക്ലാസ് ആണ്, 10ാം ക്ലാസ് ആണ്. എന്റെ മക്കളോട് 10ാം ക്ലാസ് ആണെന്ന് പറയുന്നവരോട് ഞാൻ പറയും, അതിനെന്താ 9ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചില്ലേ, അതുപോലെ 10ാം ക്ലാസ് പഠിക്കും. ആ ഒരു ലാഘവത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അതായത് അവിടെ ഈ പഠിക്കുന്ന കുട്ടികളും കൂടി ആയിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അവരോട് സംസാരിക്കരുത്. നമ്മൾ അവരെ നമ്മളുടെ സൈഡിൽ നിന്നുകൊണ്ട് അവരെ സമാധാനിപ്പിച്ച് അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കാം. ഇനി അവർക്ക് പഠിച്ചിട്ട് മണ്ടയിൽ കയറുന്നില്ല, തലയിൽ കയറുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരെ ഒരു വിദഗ്ധ ഉപദേശം തേടുക എന്നുള്ളതാണ്. അവിടെ പിന്നെ നമ്മൾ കൈകാര്യം ചെയ്ത് കൊളാക്കാൻ നിൽക്കാതെ ഒരു വിദഗ്ധ ഉപദേശം തേടുക. ഒരു കൗൺസിലറെയോ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് മോന് പഠിക്കാൻ കുറച്ച് പ്രശ്നമുണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അവന്റെ പ്രശ്നങ്ങൾ അവരോട് സംസാരിച്ച്, കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല കേട്ടോ, എന്റെ മോന് ഞാനൊരു ഹെൽപ്പറാണ് എന്നുള്ള രീതി. നമ്മുടെ ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ്, ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് 1-on-1 സെഷനിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം, അതല്ല ഗ്രൂപ്പ് സെഷനിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ പറഞ്ഞല്ലോ, ഗ്രൂപ്പ് സെഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ പല പല സ്വഭാവത്തിലും പല തരത്തിലും പല ചിന്താഗതിയിലും ഒക്കെ ആയിട്ടുള്ള വരുന്ന കുട്ടികളാണ്. അപ്പൊ ഇവിടെയാണ് പേഴ്സണൽ മെന്ററിങ്ങിന്റെ ഒരു എന്ത് വരുന്നത്, പേഴ്സണൽ മെന്ററിങ് വരുന്നത്. ആ പേഴ്സണൽ മെന്ററിങ്ങിലൂടെ അവരുമായിട്ട് നമ്മൾ സംസാരിച്ച് അവരുടെ ടേസ്റ്റ് കണ്ടെത്തുന്നു. പിന്നെ പല അസസ്മെന്റ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്, പല ചാർട്ടുകളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈജീൻ കുട്ടികൾ കുളിക്കുന്നുണ്ട്, ഡ്രസ്സ് കഴുകുന്നുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് അവൻ നഖം വെട്ടുന്ന കറക്റ്റ് നഖം വെട്ടുക, നഖം വെട്ടിയതിനു ശേഷം കൈ കഴുകണം. നഖം വെട്ടിയതിനു ശേഷം കൈ കഴുകാതിരുന്നാൽ ഈ അഴുക്ക് അവിടെ തന്നെ ഉണ്ടാവും, അണുക്കൾ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ നഖം വെട്ടിയതിനു ശേഷം നഖം നന്നായിട്ട് കഴുകുക. നന്നായിട്ട് നഖം ഓരോ നഖവും നമ്മൾ എന്ത് ചെയ്യാം, പൈപ്പിൽ കാണിച്ച് നന്നായിട്ട് കൈ കഴുകുക എന്നുള്ളത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അത് അങ്ങനെ തുടങ്ങി. പിന്നെ ബാത്റൂമിലേക്ക് ചെരുപ്പിടുക. ബാത്റൂമിൽ ചെരുപ്പ് ഇടാൻ പറയുമ്പോഴത്തേക്ക് അവർ ഇടൂല, എന്തായാലും അവർ ഓടിപ്പോകുന്നു, കയറുന്നു. കൊച്ചുകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്, മുതിർന്നവർ ചിലപ്പോൾ ചെയ്യുമായിരിക്കാം. അപ്പൊ ഇവർക്ക് മിക്കവാറും ആ ചെരുപ്പ് ഒരു വൃത്തിയില്ലാതെ കിടക്കുന്ന കുട്ടികൾ തുടങ്ങില്ല. അപ്പൊ അവർക്ക് പ്രത്യേകം ചെരുപ്പുകൾ വാങ്ങിക്കൊടുത്തിട്ട്, മോനെ ഇത് ഇട്ടിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കാലിലേക്ക് അണുക്കൾ കയറും. പിന്നെ ഈ മൈക്രോസ്കോപ്പിലൂടെ ഈ അണുക്കൾ എങ്ങനെ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടി സീരിയസ്നെസ് വരും. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കൈത്തുമ്പിലെല്ലാം ഉണ്ടല്ലോ, അപ്പൊ കുട്ടികൾ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നമ്മള് ഇപ്പൊ എങ്ങനെ കുഞ്ഞ് ചിന്തിക്കണം, ഒരു കുഞ്ഞ് എങ്ങനെ ചിന്തിക്കണം, അതിനപ്പുറത്തേക്ക് ആ കുഞ്ഞ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനപ്പുറത്തേക്ക് എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൽ ഒരു വ്യക്തത വരുത്തുകയാണ് സത്യം പറഞ്ഞാൽ ഒരു ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. നീ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണം, നീ ഇങ്ങനെ തന്നെ പഠിക്കണം, ഇങ്ങനെ തന്നെ ചെയ്യണം എന്നതിനപ്പുറത്തേക്ക് അതെങ്ങനെ ചെയ്യണം എന്നതിനൊരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ആ വ്യക്തത വരുത്തുന്ന ആ ഒരു റൂട്ട് മാപ്പാണ് ഈ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. ഏകദേശം 8:43 ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഇനി ഇതൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല ശരി, അതല്ല ശരി, ഇതാണ് ശരി എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടോ? എന്തായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ക്ലാസിന്റെ ഫീഡ്ബാക്കും ഒപ്പം പറയാം. ഒന്നും പറയാനില്ല? മാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ലൈഫ് കോച്ചിങ്ങിനെ പറ്റിയിട്ട് കുറെ നന്നായിട്ട് മനസ്സിലാക്കി തന്നു. എന്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ലൈഫ് കോച്ചിങ് എല്ലാം കുട്ടികൾക്ക് നല്ലതാണ്.
പക്ഷേ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് പാരന്റിങ് ആണ്. ഒരു പാരന്റ് നല്ലൊരു പാരന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് കോച്ചിങ്ങിന്റെ ആവശ്യമില്ല. ആ കുട്ടീനെ നന്നായിട്ട് മോൾഡ് ചെയ്യാൻ ആ പാരന്റിന് പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോ നമ്മളെല്ലാവരും ഏറ്റവും നല്ലൊരു പാരന്റ് ആവാനാണ് ശ്രമിക്കേണ്ടത്. എന്ന് കഴിഞ്ഞാൽ അത് ഒരു പാരന്റ് നല്ലൊരു പാരന്റ് ഉണ്ടെങ്കിൽ ആ കുട്ടി എല്ലാ ഭാഗത്തുനിന്നും ഓക്കെ ആയിട്ട് വരും. ലൈഫ് കോച്ചിങ് നല്ലതാണ്, നല്ലതല്ല എന്നല്ല. അപ്പൊ എല്ലാവരും ശരിക്കും പാരന്റിങ്ങിന്റെ ക്ലാസ് ആണ് കൂടുതൽ കിട്ടേണ്ടതെന്നാണ് എൻ്റെ ഒരു സജഷൻ. യെസ്, പാരന്റിങ്ങിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ അക്കാഡമിയിലുണ്ട്. പിന്നെ പാരന്റിങ്ങിൽ തന്നെ ഇപ്പോ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, അത് ഒരു എക്സ്പേർട്ട് തന്നെ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കുമ്പോഴാണ് അത് കൂടുതൽ അവരത് മനസ്സിലാക്കുന്നത്. ഒരു പാരന്റ് പറയുന്ന പല കാര്യങ്ങളും അവർക്ക് ചിലപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു സുഹൃത്തുക്കളെ പോലെയൊക്കെ പെരുമാറുന്നവരുണ്ടാകാം. അവർക്ക് എന്തും പറഞ്ഞു കൊടുത്താലും ആ കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിലും പാരന്റ് അശക്തരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ അല്ലെങ്കിൽ അത്തരത്തിൽ ആ പാരന്റിങ് ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, ഹൗ ടു ഇംപ്ലിമെന്റ് അവർ ചിൽഡ്രൻ, അത് നമ്മൾ ശരിക്കും പഠിക്കുക. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. എന്തായിരുന്നു പേര്? റഹന ഷെരീഫ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഒന്നുമില്ല. ഒരു പ്രാധാന്യം വരുന്നു. ഇപ്പൊ എല്ലാ എല്ലാ പാരന്റും ചിലപ്പോ എന്താ ഈ പറഞ്ഞ പോലെ എല്ലാ പാരന്റും ഈ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിലും ഓക്കെ ആവണമെന്നില്ല. ഫിനാൻഷ്യലി അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ആയിട്ട് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ താഴേക്ക് നിൽക്കുന്ന പാരന്റ്സ് ഉണ്ടാവും. അവർക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത പാരന്റ്സിനാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അഭിമുഖീകരിക്കുന്ന കുട്ടികൾ. നമ്മൾ കാണുന്നുണ്ടല്ലോ, കുട്ടികളെ ഇപ്പൊ തന്നെ ഒരമ്മ സ്വന്തം മകനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥ വരെ നമ്മൾ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ട് വരികയാണ്. അപ്പൊ എങ്ങനെ ഈ കുട്ടികളെ പാരന്റിങ് ചെയ്യണമെന്നുള്ളത് തന്നെ അവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെയാണ് നമ്മുടെ ഈ ലൈഫ് കോച്ചിങ്ങിന്റെ പ്രാധാന്യം വരുന്നത്. അവിടെ ഈ ലൈഫ് കോച്ചിങ് എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് മാത്രമല്ല ഇവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത്, പാരന്റിന് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോവാനായിട്ട്. കാരണം നമ്മുടെ കുട്ടി ആ പാരന്റിലൂടെ തന്നെ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? സോറി മാം, നെറ്റ് ഇഷ്യൂ അങ്ങനെ ലെഫ്റ്റ് ഔട്ട്. ഓക്കെ, കുഴപ്പമില്ല, അതൊക്കെ ആർക്ക് സംഭവിക്കാവുന്നതല്ലേ. ഓക്കെ, വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ അഭിപ്രായങ്ങളൊക്കെ പലരും പങ്കുവച്ചു. താങ്ക് യു വെരി മച്ച്. അതുപോലെ കുറെ ആൾക്കാരൊക്കെ നമുക്ക് താങ്ക് യു മാം, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. അതുപോലെ പലരും ഇന്ററാക്റ്റീവ് ആയിരുന്നു, പലരും ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആൻസേഴ്സ് മാക്സിമം തരാൻ കഴിഞ്ഞു. അപ്പോ വണ്ടർഫുൾ ആൻഡ് വെരി യൂസ്ഫുൾ സെക്ഷൻ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ദേവി കൃഷ്ണ. ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഒരുപാട് ടൈം ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതിനോടൊപ്പം അടുത്ത ക്ലാസ് നമുക്ക് നെക്സ്റ്റ് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഉണ്ടാവും. അപ്പോൾ താങ്ക് യു വെരി മച്ച്.